ഹലോ ഗൈസ്, ഇത് നമ്മുടെ വീവർ ആൻസ് ആണ്. വീവർ ആൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലയൊക്കെ കൂട്ടി വെച്ചിട്ട് കൂടുണ്ടാക്കുന്ന, നമ്മുടെ മരത്തിലൊക്കെ കാണൂലേ ഇലയൊക്കെ കൂട്ടി വെച്ച് കൂടുണ്ടാക്കുന്ന, നമ്മളെ ചുവന്ന കളറിൽ അടിക്കുന്ന ഉറുമ്പില്ലേ വലുത്, ആ സംഭവം, ആ ഉറുമ്പിൻ്റെ ക്യൂനാണിത്. ഇത് പച്ച കളറിലാണ് കാണുന്നത്. അപ്പോൾ റാൻഡമായിട്ട് എനിക്കൊരു ദിവസം കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബിൽ, നമ്മുടെ പഴയ ടെസ്റ്റ് ട്യൂബ്, ഞാൻ മുമ്പ് ഒരിക്കലും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ സാധാരണ ക്രേസി ആൻസും നമ്മുടെ സാധാരണ വീട്ടിൽ കാണുന്ന കുഞ്ഞ് റെഡ് ആൻറ്റിൻ്റെയും രീതിയിലുള്ള ഒരു സെയിം പരിപാടി. അപ്പോൾ നമ്മളിങ്ങനെ നെസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്തതാണ് ആർട്ടിഫിഷ്യലായിട്ട്. ടെസ്റ്റ് ട്യൂബിലാണ് നെസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ വാട്ടർ റിസർവ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഇത് പോകാത്ത രീതിയിൽ, എയർ കയറുന്ന രീതിയിൽ കോട്ടൺ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡാർക്ക് പ്ലേസിൽ വെച്ചതാണ്. ആക്ച്വലി ഞാനിത് വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് റാൻഡോട്ട് ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മുടെ കൂട് സക്സസ് ആണ്. ആക്ച്വലി കാണാമല്ലോ, നമുക്ക് കൃത്യമായിട്ട് കാണാം. കുറച്ച് മുട്ടയുണ്ട്. അത് 2 സെറ്റ് മുട്ടയാണുള്ളത്. എങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ, ചിലത് നോക്കുമ്പോൾ സൈസ് കൂടില്ല. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, ഒരു 5-6 എണ്ണം കുറച്ച് സൈസ് കൂടുതലാണ്. ബാക്കി ചെറുത് കുഞ്ഞി മുട്ടയാണ്. അപ്പോൾ ആദ്യം ഇട്ടത് ഫസ്റ്റ് ക്ലച്ച് ആയിരിക്കണം. പിന്നെ ഇട്ടത് ഒബിയസ്ലി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടായിരിക്കണം. ഇത് ഞാൻ ഡാർക്ക് പ്ലേസിലാണ് വച്ചിരുന്നത്. പിന്നെ റാൻഡോട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാണുന്നത്. അപ്പോൾ ഇനി അപ്പോൾ ഇത് ഫസ്റ്റ് വർക്കേഴ്സാണ്. നമ്മളിതിനെ തുറന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ മേ ബി ഇത് ചത്തു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. എന്തായാലും ഈ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഒരു ബാച്ച് കൂടെ കുഞ്ഞിനെയൊക്കെ അത് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ ഇനി ഫീഡിംഗ് ഒന്നും കറക്റ്റായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹണി ഡ്രോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഫീഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചത്തു. അപ്പോൾ അതിന് നമുക്കിത് മാറ്റാം. ഇപ്പോൾ അപ്ഡേറ്റ് ആണ് സംഭവം. ഇത് ഞാൻ ഇതിന് മുമ്പ് ഈ സ്പീഷീസിനെ വളർത്തി നോക്കിയിട്ടില്ല. അല്ലാതെ 2-3 ആൻറ്റിക്യൂവിനെ ഞാൻ വളർത്തി നോക്കിയിട്ടുണ്ട്. സെയിമായിട്ട് സക്സസ്ഫുൾ ആണ്. ഞാൻ ഇതിനുമ്പോൾ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇതിൽ ടാഗ് ചെയ്തിരിക്കാം. അപ്പോൾ ഇനി ഈ സ്പീഷീസ് നമുക്കിപ്പോൾ ബോക്സിലിട്ട് വളർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം ഇത് ഇത് വീവർ ആൻഡ് അല്ലേ. ഇത് ശരിക്കും നാച്ചുറലി നമ്മുടെ ഇലയൊക്കെ കൂട്ടി വെച്ച് അതിൻ്റെ രീതിയിലാണ് ഇവർ നെസ്റ്റ് ഉണ്ടാക്കുന്നത്. സോ എനിക്കറിയില്ല ഇത് നമുക്കിങ്ങനെ ക്യാപ്റ്റിവിറ്റിയിൽ ഈ രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് അറിയില്ല, ഇലയൊന്നും ഇല്ലാതെ. അതാണ് ആക്ച്വലി ഇവിടെ മീറെന്നാണ് ഇതിന് പറയണത്. നമ്മളെ ചുവന്ന കളറിൽ മീറെന്നാണ് പറയുന്നത്. നല്ല കടിക്കുന്ന, നല്ല അടിപൊളി ഉറുമ്പ്. ഇതിന് ആക്ച്വലി നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതായത് എങ്ങനെ കമ്പയർ ചെയ്യാം, നമ്മളൊരു വാച്ച് എടുക്കുകയാണെങ്കിൽ ഈ ഉറുമ്പ് ഇത്ര ഉണ്ട് ഇതിൻ്റെ, കണ്ടില്ലേ? ഇത്രയും സൈസുള്ളതാണ് എൻ്റെ ക്യൂന്. പിന്നെ മാത്രമല്ല ഇത് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ സാധാരണ ഒരു എറുമ്പിൻ്റെ കളറൊന്നുമില്ല, നല്ല പച്ച കളറാണ്. കണ്ടില്ലേ? സൂപ്പർ കളറാണ് ഈ എറുമ്പിനെ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഒരാഴ്ചയോടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരാഴ്ചയോടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ച് എഗ്സ് അപ്പോൾ വിരിയുമായിരിക്കും. എനിക്ക് അങ്ങനെയാണെങ്കിൽ അപ്പോൾ അപ്ഡേറ്റ് കൂടെ ഞാൻ എന്തെങ്കിലും ഇടാം. ഇത് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന മീർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇവിടെ മീർ എന്നാണ് പറയണത്. അപ്പോൾ ഈ മുട്ടയൊക്കെ ഇട്ടിരിക്കുന്നത് ഈ എറുമ്പിൻ്റെ ഇതിൻ്റെ മേലുള്ള വിങ് മസിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ്. വിങ് മസിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിലുള്ള ഇവിടെ ഇതിന് ചിറവുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ പിടിക്കുന്ന സമയത്ത് ഇതിന് ചിറവുണ്ടായിരുന്നു. ഞാൻ പിടിച്ച് ആദ്യം ഒരു ബോക്സിൽ വെച്ചതിന് ശേഷമാണ് എൻ്റെ ചിറക്ക് ഷെഡ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് മുട്ട ഇടുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡിയിൽ നിന്ന് അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ കാണുന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിങ് ഇരുന്ന സ്ഥലമാണ്. ഇത് ലെഫ്റ്റും ഇതിൻ്റെ മേളിൽ ലെഫ്റ്റ് റൈറ്റും കാണുന്നത് വിങ് ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ഒരു ക്യൂവിന് എപ്പോഴും നെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കാണുന്ന 2 വിങ് മസിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് ഈ മുട്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഫസ്റ്റ് ക്ലച്ച് മുട്ട ഉണ്ടാകും. ഈ വർക്കേഴ്സ് ഇറങ്ങിയിട്ടായിരിക്കും ഇനി ഈ ക്യൂവിന് ഫുഡൊക്കെ കൊണ്ടുകൊടുക്കുക. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് ക്യൂവിന് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുമ്പോൾ അത് കൂടുതലായിട്ട് അതിൻ്റെ കോളനി ഡെവലപ്പ് ചെയ്യും. കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ മുട്ട റിലീസ് ചെയ്യും. ഡെയിലി 100 മുട്ടയ്ക്ക് മുകളിൽ ഇടുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ അടുത്ത ഒരു അപ്ഡേറ്റ് പോലെ വീഡിയോ റിലീസ് ചെയ്യാൻ, ആ സമയത്ത് നമുക്ക് നോക്കാം.
എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുക. ഇത് നമ്മൾ സാധാരണ ഒരു എറുമ്പല്ല, നല്ല സൈസ് കുറച്ച് കൂടുതലാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ നമുക്ക് കാണാം. ബൈ.